സ്നേഹപ്പെട്ട എല്ലാവർക്കും പ്രതിനിധിയിലേക്ക് സ്വാഗതം. അങ്ങനെ യഹൂദന്മാർ തങ്ങൾ തുടങ്ങിയിരുന്നതും മൊർദെഖായി തങ്ങൾക്ക് എഴുതിയിരിക്കുന്നതുമായ കാര്യം ഒരു ചട്ടമായി കൈക്കൊണ്ടു. എസ്തേർ 9:21 ദൈവം എങ്ങോട്ടും പോകില്ല. പേരെങ്ങനെ മാറിയാലും ചരിത്ര കലണ്ടർ മാറിയാലും യേശുവിൻ്റെ ഭൗതിക ജീവിതത്തെ ക്രമീകരിച്ച് തന്നെ ഞാൻ നിലകൊള്ളുന്നത്. ജീവിതത്തിൻ്റെ അധികകാലവും ഒരു അന്യമതക്കാരനായി ജീവിച്ചുവെങ്കിലും ക്രിസ്ത്യാനികൾ നേട്ട വ്യവസ്ഥാനുസൃതമായി പീഡനം നിലനിർത്തുവാൻ റോമൻ ചക്രവർത്തിയായ കോൺസ്റ്റൻ AD 272-337 നവീകരണം നടത്തി. ചരിത്രത്തെ BC ക്രിസ്തുവിന് മുമ്പെന്നും AD ക്രിസ്തുവർഷം എന്നും വേർതിരിച്ച് കാലണ്ടർ നടപ്പാക്കിയത് അദ്ദേഹമാണ്. ഇതിനെ പിന്നീട് മതേതരമാക്കാനുള്ള ശ്രമമുണ്ടായി. CE കോമൺ എറ എന്നും BCE ബിഫോർ കോമൺ എറ എന്നും വിളിപ്പാൻ ശ്രമിച്ചു. ദൈവത്തെ പുറത്തു നിർത്താനുള്ള ലോകത്തിൻ്റെ താല്പര്യത്തിന് ഉദാഹരണമായി ചിലർ ഇതിനെ കണക്കാക്കുന്നു. ബൈബിളിലെ എസ്തേർ പുസ്തകത്തിന് ദൈവം എന്ന വാക്ക് അതിൽ ഇല്ല എന്നൊരു അസാധാരണത്വമുണ്ട്. എങ്കിലും ദൈവം വിടുവിക്കുന്നവൻ്റെ ചരിത്രമാണ് അതിൽ വിവരിക്കുന്നത്. അവരുടെ ജന്മനാട്ടിൽ നിന്ന് നാട് കടത്തപ്പെട്ട യഹൂദന്മാർ ദൈവത്തെ അറിയാത്ത ഒരു നാട്ടിലാണ്. ശക്തനായ ഒരു അധികാരിക്ക് അവയെല്ലാം കൊന്ന് മുടിക്കണമെന്ന് താല്പര്യമുണ്ടായി. എസ്തേർ 3, 8, 9, 12, 14 പഠിക്കുമ്പോൾ കാണാൻ സാധിക്കും. എന്നാൽ എസ്തേർ രാജ്ഞിയിലൂടെ സഹോദരനായ മൊർദെഖായിലൂടെയും ദൈവം തൻ്റെ ജനത്തെ വിടുവിച്ചു. ഈ ചരിത്രമാണ് യഹൂദൻ പുരീം ഉത്സവത്തിലൂടെ ഓർക്കുന്നത്. എസ്തേർ 9, 20, 32 പഠിക്കുമ്പോൾ കാണുവാനായിട്ട് സാധിക്കും. ലോകം തന്നോട് എങ്ങനെ പ്രതികരിക്കുന്നു എന്ന വിഷയമാകാതെ യേശു സകലതും വ്യത്യാസപ്പെടുത്തുന്നു. യഥാർത്ഥ പ്രത്യാശയുടെയും വാഗ്ദത്തത്തിൻ്റെയും ഒരു അസാധാരണമായ കാലഘട്ടത്തിലേക്ക് അവൻ നമ്മെ പ്രവേശിപ്പിച്ചിരിക്കുന്ന ചുറ്റുപാട് ഒന്ന് നോക്കിയാൽ മാത്രം മതി, നമുക്കവനെ കാണാനാകും. ദൈവത്തെ പുറത്താക്കിയെന്ന് തോന്നിപ്പിക്കുന്ന സന്ദർഭങ്ങളോട് നിങ്ങൾ എങ്ങനെ പ്രതികരിക്കും? ദൈവത്തെ നിങ്ങൾ ഇന്ന് ഏതെല്ലാം വിധത്തിൽ കാണുന്നു? പ്രാർത്ഥിക്കാം. പിതാവേ, ചരിത്രം തിരുത്തിയ യഥാർത്ഥമായ അവിടുത്തെ പുത്രനായ യേശുവിനായി നന്ദി. താങ്ക് യു. ഗോഡ് ബ്ലെസ് യു. പുതിയ ദിവസം പുതിയ അനുഭവങ്ങൾ ദൈവം നിറക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഇൻ ജീസസ് നെയിം. ആമേൻ.